ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നയൻതാര ധനുഷ് ഇഷ്യൂ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നയൻതാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ആൾക്കാർ നമ്മുടെ ധനുഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇങ്ങനെ ചെടികൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻതാര കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് ധനുഷിനെ ടാഗ് ചെയ്തുകൊണ്ട് ധനുഷിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഓം നമ ശിവായ എന്നൊരു ക്യാപ്ഷനൊക്കെ ഇട്ടുകൊണ്ട് ഒരു ലെറ്റർ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ നയൻതാരയുടെ ഹസ്ബൻഡായിട്ടുള്ള വിഘ്നേഷും നമ്മുടെ ധനുഷിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ധനുഷിൻ്റെ ഒരു പഴയ ഒരു സ്പീച്ചും ഇൻസ്റ്റാഗ്രാമിൽ അവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ നയൻതാര ഒരു വശത്ത്, തമിഴകത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ നിർമ്മാതാവായ ധനുഷ് മറുവശത്ത്, അങ്ങനെ ഇവർ നേർക്കുനേർ വരുന്ന അത്യസാധാരണമായ ഒരു താരപ്പോരാണ് ഇപ്പോൾ തമിഴകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. 2 വർഷങ്ങൾക്ക് മുൻപ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹത്തിന്റെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കും. അതിന്റെ ഒരു ടീസർ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തിടെയാണ് നയൻതാരയുടെ ജീവിതം പൂർണ്ണമായും പ്രമേയമാകുന്ന ഒരു ഡോക്യുമെന്ററി, ഏതാണ്ട് 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി പുറത്തുവിടുന്നു. അത് നവംബർ 18 നയൻതാരയുടെ ജന്മദിനത്തിൽ പുറത്തുവരുമെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വിവാദത്തിന് കാരണമായ സംഭവം 2015 നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാൻ റൌഡി താൻ എന്ന സിനിമ. അത് നിർമ്മിക്കുന്നത് നടൻ ധനുഷാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. പിന്നീട് 2022 ഇവർ വിവാഹിതരായി. ഈ വിവാഹവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വഴിത്തിരിവെന്ന് പറയുന്നത് ഈ നാൻ റൌഡി താൻ സിനിമയാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ഈ ഡോക്യുമെന്ററി ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നയൻതാര 2 വർഷമായി നയൻതാരയുടെ വാക്കിൽ പറഞ്ഞാൽ ധനുഷിന് പിന്നാലെ നടക്കുന്നു. പക്ഷേ ധനുഷിന് അതിന് അനുമതി നൽകുന്നില്ല, ഒരു തീരുമാനവും എടുക്കുന്നില്ല. അതിനുശേഷം ഈ സിനിമയിലെ രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അണിയറ ദൃശ്യങ്ങൾ, ഒരു 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തുന്നു. ഈ ട്രെയിലർ പുറത്തു വരുന്നു. അതിന് പിന്നാലെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാവായ ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നയൻതാര പറയുന്നത്. ഇത് തന്റെ ഹൃദയം തകർത്തു. ധനുഷ് ആരാണ് എന്ന് ഇതിലൂടെ വ്യക്തമായി. തരംതാണ പ്രവൃത്തിയാണ് ധനുഷ് ചെയ്തത്. ധനുഷ് ഓഡിയോ ലോഞ്ചുകളിൽ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ പറയുന്നതോ കാണിക്കുന്നതോ ആയ മുഖമല്ല യഥാർത്ഥ ധനുഷിന്റേത്. അതൊരു മുഖംമൂടിയാണ്. ധനുഷിന് ഒരുപക്ഷെ പകർപ്പവകാശം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ കോടതികളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങുന്ന, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന കുറെ അധികം 3 പേജ് അടങ്ങുന്ന ഒരു കത്താണ്, തുറന്ന കത്താണ് ഇന്ന് പുറത്തുവിട്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നയൻതാരയുടെ മാരേജ് നടന്നിരിക്കുന്നത് 2022 അപ്പം ആ ഒരു മാരേജിന് വമ്പൻ ഫിലിം സ്റ്റാർസും സെലിബ്രിറ്റീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷാറുഖ് ഖാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ ആ ഒരു മാരേജിൻ്റെ ഒരു വിഷ്വൽസും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്നതിൻ്റെ ഒരു വിഷ്വൽസും നമ്മളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാരേജിൻ്റെ 1-2 ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയുടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിത് അറിയാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നയൻതാരൻ്റെ മാരേജ് നെറ്റ്ഫ്ലിക്സിന് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മാരേജിൽ നടക്കുന്ന ആ ഒരു മാരേജ് വീഡിയോന്റെ ഫുൾ റൈറ്റ്സും വന്നിട്ട് നെറ്റ്ഫ്ലിക്സിനുള്ളതാണ്. സോ അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അത് മുഴുവനും നെറ്റ്ഫ്ലിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. ബട്ട് 2 years ആയിട്ടും ഈ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ 2 weeks ബിഫോർ ഇതിൻ്റെ ഒരു ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജസ്റ്റ് ഒരു മാരേജ് വീഡിയോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നയൻതാരയുടെ ഒരു കരിയർ ഹിസ്റ്ററി പ്ലസ് വിഘ്നേഷിനെ എങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ അവരുടെ ലവ് സ്റ്റാർട്ട് ചെയ്തു, അതെങ്ങനെ വിവാഹത്തിലെത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആണ് ഇതെന്ന് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നാനും റൌഡി താൻ എന്ന മൂവിയിലൂടെയാണ് നയൻതാര അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിഘ്നേഷ് ശിവനുമായിട്ട് പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ ഇവരുടെ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നതും. സോ ഇതിൻ്റെ ഈ ഒരു മൂവിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ധനുഷായിരുന്നു. അപ്പം ഇവരുടെ ഈ ഒരു മാരേജ് ഡോക്യുമെൻ്ററിയിൽ ഈ ഒരു ഞാനും റൌഡി താൻ എന്ന മൂവിയിലുള്ള കുറച്ച് ബിഹൈൻഡ് സീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ധനുഷ് പറഞ്ഞെടുക്കുന്നത് ഈ ഒരു സീൻസ് ഒക്കെ എൻ്റെ മൂവിയിലുള്ളതാണ്, ഇതിൻ്റെ മുഴുവനും റൈറ്റ്സ് എന്ന് പറയുന്നത് എൻ്റേത് മാത്രമാണ്, ഈ ഒരു സീൻസിൻ്റെ മുഴുവൻ റൈറ്റ്സും എൻ്റേത് മാത്രമാണ്, നിങ്ങൾക്കിത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 24 hours റിമൂവ് ചെയ്യാനായിട്ട് തരാം. അപ്പോൾ നിങ്ങളിത് റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 10 crore തരണം എന്നുള്ളതാണ് നമ്മുടെ നയൻതാരനെ ധനുഷ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് നയൻതാര ഈ ഒരു എമൗണ്ട് പേ ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2 years ആയിട്ട് നയൻതാര ഇങ്ങനെ ധനുഷിനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ധനുഷ് ഇതുവരെ തന്നെ നിലപാട് മാറ്റാതെ തന്നെ ഇരിക്കുകയാണ്, ആ ഒരു നിലപാട് തന്നെ ഇരിക്കുകയാണ്. ഇവർക്കിത് യൂസ് ചെയ്യണമെങ്കിൽ 10 crores കിട്ടണമെന്നുള്ള നിലപാട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ധനുഷിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസസ് ആയിട്ടുള്ള നസ്രിയ, അതുപോലെ തന്നെ നമ്മുടെ പാർവതി, ഇവരൊക്കെ
ഇപ്പം നയൻതാരയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ സപ്പോർട്ട് വന്നിട്ട് ഞാൻ 100% ധനുഷിന് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നയൻതാര ധനുഷിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു എമൗണ്ട് കൊടുക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ്. കാരണം നയൻതാര ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തിലൊന്നുമല്ലല്ലോ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ വെഡ്ഡിങ് ഒരു ഡോക്യുമെൻ്ററി ആക്കി ഓൾമോസ്റ്റ് ഒരു 80 ക്രോസിനെങ്ങാനാണെന്ന് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിന് സെല് ചെയ്തിരിക്കുന്നത്. സോ നയൻതാര ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്യോർലി ഒരു ബിസിനസ് തന്നെയാണ്. അവരുടെ ഒരു വെഡ്ഡിങ് അവരൊരു പ്യോർ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്കും ഇത്രയും ഹ്യൂജ് ഒരു എമൗണ്ടിന് നെറ്റ്ഫ്ലിക്സിന് സെല് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ധനുഷിന് 10 crores ചോദിച്ചുകൂടാ? അത് മാത്രമല്ല, ധനുഷിനെ ഒരുമാതിരി ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവരുടെ അച്ഛനെയും ബ്രദറിനൊക്കെ ഈ ഒരു ഇഷ്യൂലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ധനുഷുമായിട്ടുണ്ടെങ്കിൽ ധനുഷുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുക, അല്ലാതെ അവരുടെ അച്ഛനും അമ്മേനൊക്കെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു ഡോക്യുമെൻ്ററി റിലീസ് ആവുന്ന ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ കുത്തിപ്പൊക്കിയത് മേ ബി ധനുഷിനെ ഡിഫൈം ചെയ്തുകൊണ്ട് ഇവരുടെ ഡോക്യുമെൻ്ററിക്ക് ഒരു പ്രൊമോഷൻ പോലെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല. നയൻതാര പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ വെഡ്ഡിങ് ഒരു ഡോക്യുമെൻ്ററി ആക്കിയിട്ടുള്ളത് എന്നാണ്. അങ്ങനെ ആരാധകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ അവർക്ക് ഇത് യൂട്യൂബിലൂടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാണാനുള്ള രീതിയിൽ ചെയ്യാമായിരുന്നില്ലേ? അങ്ങനെയൊന്നും അല്ലല്ലോ ഇവർ ചെയ്തിരിക്കുന്നത്. ഇവരിത് നെറ്റ്ഫ്ലിക്സിനാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട്. സോ ഇതെന്തായാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്തതെന്നുള്ളത് ഈ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ അദ്ദേഹം NOC തന്നില്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം, അല്ലാതെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഡിഫൈം ചെയ്യുകയായിരുന്നു ഇല്ല ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ നിങ്ങൾക്കെല്ലാവരും എല്ലാം ഫ്രീ ആയിട്ട് തരണം. നിങ്ങളൊരു ഫിലിമിൽ അഭിനയിക്കണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വരുന്ന സെർവൻസിനെ, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ നോക്കുന്ന ആയക്ക്, അവരെ നഴ്സസിനെ, ഇവർക്ക് എല്ലാം പേ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ഫിലിമിലേക്ക് അഭിനയിക്കാൻ കൊണ്ടുവരിക എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇതെന്തൊരു ന്യായമാണ്? നിങ്ങൾക്കൊരു ന്യായം, ധനുഷിന് വേറൊരു ന്യായമാണോ? അതുപോലെ തന്നെ നയൻതാരയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ്സ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് മമത മോഹൻദാസ് ഒരു ആക്ട്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി വരുന്നുണ്ട്. സോ അത് നയൻതാര ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. സോ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് சேர்ந்து ஒரு சாங் இந்த படத்தில் இருக்குன்னு சொல்லும்போது அந்த ஃபிலிமில் ஆக்சுவலி ஹீரோயின் ஆல்சோ டசன்ட் ஹேவ் மச் ரோல். குஜேலன் மூவில ஓகே, தி ஸ்டோரி இஸ் அபவுட் சினிமா, ரைட், ஆர் இஸ் அபவுட் சினிமா மேக்கிங் ஆர் சம் மூவி இன் மூவி. ஒன்ஸ் யூ ஸ்டார்ட் ஷூட்டிங் தி ஃபிலிம், தி டைரக்டர் தானே அந்த சாங்ல ஐம் டைரக்டிங் தி சாங். While I'm directing the song, we slip into it is not going to be the heroine, it is going to be you and Rajni sir. அப்படி சொன்னேன். ஸோ அதனால மட்டும்தான் வேற ஒரு ஃபிலிமோட ஷூட்டிங் ஸ்டாப் பண்ணிட்டு நான் துபாயிலேருந்து இங்கே வந்துட்டு அதுக்கு 4 days கொடுத்தது. அண்ட் when I watched the final out, அந்த சாங் ஷூட் பண்ணாங்களா? இல்ல இந்த சாங்கே ஷூட் பண்ணல. வந்த டைம்ல தான் தெரிஞ்சது எல்லாமே மாறி போச்சு. அப்போ நிறைய ஃபர்ஸ்ட் டே ஆல்மோஸ்ட் ஷார்ட்ஸே எடுக்கல. ஏன்னா there was some dispute, கொஞ்சம் டிஸ்கஷன், ஏதோ டிஸ்பியூட் இருந்தது. அதனால எல்லாரும் was silent. Like அந்த மாதிரி ஒரு டாக் நடந்துட்டு இருந்தது. அது என்னன்னு எனக்கு புரியல. அப்பதான் புரிஞ்சது that there was some issue and somebody else had a problem with it. அதனால என்னோட சாங் இப்ப பிளான் பண்ற மாதிரி பண்ண போறது இல்ல. And besides that, I think எடுத்த ஷாட்ஸே இல்ல. Like it's hardly என்னோட ஹெட்டோட பேக், என்னோட ஃபேஸோட ப்ரொஃபைல் சைடு வைப் ஷாட்ஸ் தான் இருக்கு. I get a call from Rajni sir's office and Rajni sir came on the phone and he actually thanked me for making that effort. எனக்கு தெரியும் நிறைய ஆர்டிஸ்ட்க்கு அவங்களோட ஈகோஸ் இருக்கு, அது இருக்கு. For me it's more important to be a real human being than fighting as an artist for my position. എന്തായാലും ധനുഷും നയൻതാരയും തമ്മിലുള്ള യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മമതയുടെ വീഡിയോസ് പോലത്തെ പല വീഡിയോസും നമ്മൾ കാണേണ്ടി വരും. സോ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ.